ദേ ഇവനാണ് നെടുങ്കണ്ടംകാരുടെ റോക്കി. ഒത്തിരി കൂട്ടുകാരുമായി നെടുങ്കണ്ടമാകെ കറങ്ങി നടന്നിരുന്ന റോക്കിക്ക് മാസങ്ങൾക്ക് മുൻപ് പന്നിക്കെണിയിൽ മുൻകാലു കുടുങ്ങി ഒരപകടം സംഭവിച്ചു. പരിക്ക് ഗുരുതരമായി കാലിലെ വ്രണം പഴുത്തു. ആളാകെ അവശനായി കവലയിൽ ചുറ്റിത്തിരിഞ്ഞു. റോക്കിയുടെ ആ അവസ്ഥ കണ്ട നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും തൊടുപുഴയിൽ നിന്നും ഡോഗ് റെസ്ക്യൂ ടീമിനെ വിളിച്ചുവരുത്തി റോക്കിയെ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. നീണ്ടിരുന്ന ഭാഗം സർജറി ചെയ്ത് മാറ്റി അത് സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഒരു 3 പ്രാവശ്യത്തേക്ക് നമ്മൾ ഡ്രസ്സിങ്ങും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ തന്നെയാണ് വെച്ച് നോക്കിയത്. തെരുവ് നായകളുടെ കൂട്ടത്തിൽ നിന്നും ഏറെ പണിപ്പെട്ടാണ് റെസ്ക്യൂ സംഘം റോക്കിയെ പിടികൂടിയത്. ഗുരുതരമായി പരിക്കേറ്റിരുന്നതിനാൽ 2 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ റോക്കിയുടെ കാൽ മുറിച്ചു മാറ്റി. മുറിവുണങ്ങും വരെ പരിചരണവും നൽകി. ചികിത്സയുടെ പൂർണ്ണ ചെലവ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്താണ് വഹിച്ചത്. ട്രീറ്റ്മെന്റ് നടത്തി കൈ ഓപ്പറേഷൻ ചെയ്ത് ഇന്ന് 1 മാസമാകുന്നു. ഇന്ന് ഇവിടെ നെടുങ്കണ്ടത്ത് അതിനെ ഭേദമാക്കി തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. അതിന്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നമ്മൾ പഞ്ചായത്ത് തന്നെ വഹിക്കുന്നതാണ്. ചികിത്സയൊക്കെ കഴിഞ്ഞ് ഉഷാറായി. റോക്കി തന്റെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഒപ്പമുള്ള ഒരു മനുഷ്യനെ വരവേൽക്കും പോലെയാണ് നെടുങ്കണ്ടംകാർ സ്വീകരിച്ചത്. ഒരുപക്ഷെ കരുണ പറ്റാത്ത ഒരു പറ്റം മനുഷ്യരുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ റോക്കി എന്ന ഈ തെരുവുനായ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ നാട്ടുകാരുടെ മനുഷ്യത്വത്തിന്റെ പ്രതീകമായി റോക്കി ഈ നാട്ടിൽ ഇനിയും ജീവിക്കും. മാതൃഭൂമി ന്യൂസ്, കുമളി. ജെയിൻ നമുക്കൊപ്പം ഉണ്ട്. ജെയിനെ, ഈ ഓരോ നാട്ടിലും അല്ലേ ഓരോ കവലകൾ കേന്ദ്രീകരിച്ചൊക്കെ ഓരോ നായ്ക്കളുണ്ടാകും. അതിനെ വളരെ സ്നേഹത്തോടെ വളർത്തുന്നവരുണ്ട്. എന്തായാലും ആ കൂട്ടത്തിലാണ്. കുറച്ച് പണിപ്പെട്ടു അതിനെ പിടിക്കാനെങ്കിലും അവൻ്റെ ചികിത്സയൊക്കെ നൽകി അല്ലേ. പാവം ഇനി കാലില്ലാതെ നടക്കണമെങ്കിൽ പോലും അതിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. നാട്ടുകാർക്കൊക്കെ വലിയ സന്തോഷമായി കാണും. എങ്ങനെയാണ് ഈ റോക്കി ഇപ്പോഴും പ്രശ്നക്കാരനല്ലാതെ ആളുകളുടെ സ്നേഹമൊക്കെ ഏറ്റുവാങ്ങി ജീവിക്കുകയാണോ? ദിവിഷ്, തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. വളരെ സുഖമായിട്ടാണ് റോക്കി നെടുങ്കണ്ടത്ത് കഴിയുന്നത്. നമുക്കറിയാം, കുറേ നാൾ മുമ്പ് നമ്മൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളിലെയും പ്രധാന വാർത്തയായിരുന്നു തെരുവുനായ ശല്യം എന്ന് പറയുന്നത്. ആളുകൾ തെരുവുനായ്ക്കളെ കണ്ടാൽ എറിഞ്ഞോടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ അപായപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള തെരുവുനായ ആക്രമണവും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടും നമുക്ക് ഈ മൃഗങ്ങളോടുള്ള അല്ലെങ്കിൽ ഇത്തരം ജീവികളോടുള്ള സ്നേഹം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നതിന് തെളിവ് കൂടിയാണ് ഈ റോക്കിയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തെരുവുനായ്ക്കളോടല്ല നമുക്ക് പ്രശ്നം, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത് എന്ന ഒരു തിരിച്ചറിവ് ആളുകൾക്കുണ്ട്. ഈ നായ്ക്കൾ വളരെ സമാധാനപരമായിട്ടാണ് കഴിയുന്നതെങ്കിൽ അവയെ സ്നേഹിക്കുകയും അവയെ കരുതുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ഈ സംഭവം. എന്തായാലും അവിടെ ഒരു അപകടത്തിൽപ്പെട്ടാണ് ഈ നായയുടെ മുൻകാലിൽ മാംസം പൂർണ്ണമായും പോയിരുന്നു. ഏതാണ്ട് അസ്ഥി മാത്രമായി നിൽക്കുന്ന അവസ്ഥയിലാണ്. ആ സമയത്താണ് നാട്ടുകാരുടെയും അവിടെ നമ്മുടെ സ്ട്രിങ്ങർ അടക്കമുള്ള അനീഷിൻ്റെ അടക്കം ശ്രദ്ധയിൽ ഈ വിഷയം വരുന്നത്. അവരാണ് പഞ്ചായത്തിൻ്റെ മുന്നിൽ ഈ പ്രശ്നം കൊണ്ടുപോകുന്നത്. അവർ തന്നെ നേരിട്ട് ഇടപെട്ടാണ് തൊടുപുഴയിൽ നിന്ന് റെസ്ക്യൂ ടീമിനെ അവിടെ എത്തിക്കുന്നത്. അവർ ആ നായയുമായി തൊടുപുഴയിലേക്ക് തിരിച്ചു പോരുകയും ഇവിടെ ഏതാണ്ട് 1 മാസത്തോളം അതിനെ താമസിപ്പിച്ച് ചികിത്സ നൽകുകയും ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ സ്വന്തം ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവന്ന് വിടുന്നത്. ഒരുപക്ഷെ അതിനെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ആണ് നിർത്തിയിരുന്നെങ്കിൽ, ഇവിടെ എവിടെയെങ്കിലും തുറന്നു വിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് എത്രത്തോളം സന്തോഷവാനായി ഇറങ്ങി പോകുമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ നായയെ നെടുങ്കണ്ടത്ത് കൊണ്ടുവന്ന് തുറന്നു വിടുമ്പോഴുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വളരെ സന്തോഷത്തോടെ പരിചിതമായ ഒരു സ്ഥലത്തേക്ക് മടങ്ങിയെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് ആ നായ അവിടെ ഇറങ്ങി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായത്. കാരണം ഇത്തരം ജീവികൾക്ക് സഹായം ചെയ്യേണ്ട, ജീവികൾക്ക് മാത്രമല്ല എല്ലാവർക്കും സഹായം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനുള്ള ഒരു മനസ്സ് ഇപ്പോഴും ആളുകൾക്കിടയിലുണ്ട് എന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ദിവിഷ്. ശരിയാണ്. എന്തായാലും റോക്കി നാട്ടുകാരുടെ റോക്കി സ്റ്റാറായിരിക്കട്ടെ. ശരി ജയൻ.